എന്താണ് ഹീലിംഗ് ആൻഡ് എല്ലാവരും ഹീൽ ചെയ്യേണ്ടതുണ്ടോ? ഹീലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ്. ഇന്ന് ഭയങ്കര ട്രെൻഡിയുമാണ്. Yes. വി നീഡ് ടു ഹീൽ, വി നീഡ് ടു ഹീൽ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. എല്ലാവർക്കും ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് എല്ലാവർക്കും ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹീലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻവേർഡ് ജേർണിയാണ്. നമ്മളെ തന്നെ മൊത്തത്തിൽ തിരിച്ചറിഞ്ഞ് ഒരു അഴിച്ചുപണി നടത്തുക. എന്താണ് നമ്മുടെ ട്രിഗേഴ്സ്, എന്താണ് നമ്മുടെ ലിമിറ്റേഷൻസ്, എന്താണ് നമ്മുടെ പാറ്റേൺസ്, ഇത് അറിയുന്നത് കൊണ്ട് അതിൽ ഇൻസൈറ്റ്സ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു നോ എ ബെറ്റർ ലാംഗ്വേജ്. അപ്പോൾ ഹൗ ടു റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. ഇപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, എനിക്കിതാണ് പ്രശ്നം, എൻ്റെ പാറ്റേൺ ഇതാണ്, ഞാൻ ഈ ഒരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലെ സത്യാവസ്ഥ ഇത് അറിയുന്നത് കൊണ്ട് ഗുണമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷിബ്ല നമ്മളുടെ ഡ്രസ്സിൽ ഒരു ചെളി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ചെളി എവിടെ നിന്നാണ് വന്നേ എന്നറിയാനുള്ള ഒരു ധൃതിയായിരിക്കും. അതായത് ഇത് എവിടെ നിന്നാണ് പറ്റിയത്, നമുക്കത് അറിയണം. അപ്പോൾ നമുക്ക് മൈൻഡിനൊരു സമാധാനം ഉണ്ടാവും. ഓക്കെ, ഈ കൗച്ചിൽ നിന്നാണ് എനിക്ക് ഈ ചെളി പറ്റിയിട്ടുള്ളത്. ഓക്കെ, നമുക്കതിൻ്റെ റൂട്ട് കോസ് പിടികിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കിത് വാഷ് ഔട്ട് ചെയ്യണം. ആ വാഷ് ഔട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സോപ്പും വെള്ളവും ബക്കറ്റും ബ്രഷും എല്ലാം ഉണ്ടെങ്കിലും അത് തനിയെ പോവില്ല. സോ യഥാർത്ഥത്തിൽ ഹീലിങ്ങിൽ ഐ കാൺ ഹീൽ യു, യു കാൺ ഹീൽ മീ, ഓൺലി വി ക്യാൻ ഹീൽ അവർ സെൽഫ്. നമുക്ക് മാത്രമേ ആ ബ്രഷും സോപ്പും ബക്കറ്റും എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതെന്താ ചെയ്യേണ്ടതെന്നും പറയാൻ പറ്റും. പക്ഷേ അത് ഷിബ്ലയ്ക്ക് തന്നെ അത് വാഷ് ചെയ്ത് ഉരച്ച് കളയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ഹീലിംഗ്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ആൻഡ് വി ഓൾ നീഡ് ഹീലിംഗ് ബിക്കോസ് വി ഓൾ ഹാവ് ട്രിഗേഴ്സ്. ആ ട്രിഗേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ റിപ്പീറ്റ് ഫോർ എവർ. നമ്മുടെ ലൈഫിൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻസൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രിഗർ എന്ന് തന്നെ പറയാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവിടെ ഉപേക്ഷിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്കൊരു ബാഗേജ് ആയിട്ട് നമ്മുടെ പുറത്തുണ്ടാവും എന്നുള്ളതൊന്നും മുന്നേ ഉള്ള ജനറേഷൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആൻഡ്